സി പോസിറ്റീവ് ഇനി അതിഥിയുടെ സമയമാണ്. ചിത്രരചനയിലൂടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ രാംജിത്താണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. ആടുജീവിതവും മഞ്ഞുമൽ ബോയ്സും എല്ലാം അദ്ദേഹം ചിത്രങ്ങളാക്കിയിട്ടുണ്ട്. പ്രത്യേകതകളുള്ള വരകളുമായി ശ്രദ്ധേയനായ രാംജിത്തിനെ പരിചയപ്പെടാം. പാലക്കാട് സ്വദേശിയായ ഇദ്ദേഹം എറണാകുളത്ത് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ചിത്രരചനാ വിശേഷങ്ങൾ അറിയാം. സി പോസിറ്റീവിൽ സ്വാഗതം ശ്രീ രാംജിത്ത്. നമസ്കാരം. ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുകയായിരുന്നു. അതിൽ മുഴുവൻ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ എല്ലാവരിലും ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് ചിത്രമായിക്കോട്ടെ, അതുപോലെ തന്നെ ആടുജീവിതമായിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു കാരിക്കേച്ചർ പോലെ, അതിൻ്റെയൊക്കെ വ്യത്യസ്തമായ രീതി എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്നൊന്നും പറയുമോ? ഗ്രാഫിക് ഡിസൈനറാണ്, പക്ഷേ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഞാൻ പണ്ട് മുതലേ ഡ്രോയിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതില് നമ്മള് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവന്നാലേ കയറുള്ളൂ തോന്നി. അപ്പൊ ഞാൻ ഓരോ പോർട്രേറ്റ് വരച്ചിടാറുണ്ട്. പണ്ട് മുതൽ ഡ്രോയിങ്ങിനോടാണ് താല്പര്യം. അപ്പൊ സൈഡ് ബിസിനസ് ആയിട്ട് നമ്മള് ഒരു സാലറി ബേസിൽ നമുക്ക് ജോലി വേണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഇതിലാണ് ജോലിക്ക് വർക്ക് ചെയ്യാൻ പോയി. അപ്പൊ സൈഡിൽ കൂടെ നമ്മള് ഇങ്ങനെ വരയ്ക്കും. അപ്പൊ കുറെ വരയ്ക്കാറുണ്ട്. അപ്പൊ എന്തേലും ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇതാരും അധികം ചെയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് എടുത്തു. അതായത് 1 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മളൊരു സ്റ്റോറി മൊത്തത്തിൽ കാണിച്ചാൽ ആൾക്കാർക്ക് ഇഷ്ടം വരും എന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ ഐഡിയ കൊണ്ടുവന്നത്. അപ്പൊ കൊണ്ടുവന്നപ്പോ ആൾക്കാർക്ക് അത് ഇഷ്ടമായി. അത് ഒരു ഹാപ്പിയാണ്. ഇതെന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. അതായത് ഗ്രാഫിക് ഡിസൈനേഴ്സ് പറയുമ്പോൾ നമുക്കറിയാം, പടമൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്ന പ്രത്യേകം കഴിവുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഇത് നോക്കുമ്പോൾ ഒരു പടത്തിൽ തന്നെ ഒരുപാട് പടങ്ങൾ, ഒരു പടത്തിൽ സൂം ചെയ്ത് നോക്കുമ്പോൾ അടുത്ത ചിത്രം, ഇതിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഒറ്റ ഫ്രെയിമിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്യാരക്ടേഴ്സ് അതിൽ സൂം ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ സിനിമ മുഴുവനായിട്ട്, അതിലുള്ള ആളുകളെ മുഴുവനായിട്ട് കാണാൻ പറ്റുക. ഇത് എത്ര സമയം എടുത്തിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുക? അത് ആടുജീവിതമാണെങ്കിൽ ഒരു 16 മണിക്കൂർ ആ റേഞ്ച് എടുത്തിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സും ഒരു 10-12 മണിക്കൂർ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചിത്രം വരച്ച് കഴിഞ്ഞ് സൂം ചെയ്ത് അതിന്റെ ഉള്ളിൽ അടുത്ത ചിത്രം വരച്ച് അപ്പോ അതിനനുസരിച്ച് ടൈം എടുക്കും. ചിത്രത്തിനനുസരിച്ച് നമുക്ക് പെർഫെക്ഷൻ വരുന്നതനുസരിച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരു സ്റ്റോറി മൊത്തം കാണിക്കണ്ടേ. നമ്മൾ ആ മ്യൂസിക്കിനനുസരിച്ച് സെറ്റാക്കി അതിനുള്ള പിക്ക് നോക്കി സ്റ്റോറി മൊത്തം കാണിക്കണ്ടേ. 1 മിനിറ്റിനുള്ളിൽ അത് കാണിക്കണം. അപ്പൊ അതിന്റെ ഒരു എഫർട്ട് ഉണ്ട്. അതുകൊണ്ട് എല്ലാരും ഇഷ്ടപ്പെട്ടുകൊണ്ട് നല്ല ഇതുണ്ട്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതിലിപ്പം നമ്മളിതിൽ കാണിക്കുമ്പോൾ തന്നെ ഒരു ചിത്രം കാണിക്കുന്നു, അത് സൂം ചെയ്യുമ്പോഴത്തേക്കും ബാക്കി ഭാഗമൊക്കെ പിക്സൽ അടിക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ക്വാളിറ്റി പോകുന്നുണ്ട്. പക്ഷെ പിന്നെ അടുത്ത ചിത്രത്തിലേക്ക് വരുമ്പോൾ അതിലും നല്ല ക്വാളിറ്റിയിൽ വരുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതായത് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൽ നമുക്ക് വരച്ചിട്ട് അത് സൂം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ വരയ്ക്കാം. അപ്പോ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞിട്ട് അത് സൂം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യണം അടുത്ത ചിത്രം വരച്ചിട്ട്. അല്ലാതെ നമുക്ക് ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഈ ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് JPG ആക്കിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വേണം അടുത്ത ഇമേജ് വരയ്ക്കാൻ. നോർമൽ ഒരു നാച്ചുറൽ ഇമേജ് ആണെങ്കിൽ നമുക്ക് പിക്സൽ അടിക്കില്ല. ഒരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വരച്ചോണ്ടിരിക്കാം. പക്ഷെ ഇതൊരു ഒറിജിനൽ നമുക്ക് ആ ഫീൽ കിട്ടണ്ടേ. അപ്പൊ അതിന് ഷെയ്ഡിങ് നമുക്ക് ആ സോഫ്റ്റ്വെയറിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ഇമേജസ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ സൂം ചെയ്ത് നമ്മൾ ആ മ്യൂസിക്കിനനുസരിച്ച് ആൾക്കാർക്ക് ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ ചെയ്യുക. വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് നേരത്തെ പറഞ്ഞു. പക്ഷേ ഒരു വ്യത്യസ്തത എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് എപ്പോഴാണ് തോന്നിയത്? അതും സിനിമയിലെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ഹിറ്റായി നിൽക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള സിനിമകളെ തന്നെ എടുക്കണം എന്നുള്ളത് എങ്ങനെയാണ് തോന്നിയത്? ഞാൻ ആദ്യം ചെയ്തത് ചിത്ത എന്ന സിനിമേന്റെ ഒരു ചെറിയ സീൻസാണ് ഞാൻ ചെയ്തിരുന്നത്, സോങ്ങിന്റെ. അപ്പൊ അതെന്താ ചോദിച്ചു കഴിഞ്ഞാല്, നോർമൽ ഒരു ചിത്രം എല്ലാരും വരയ്ക്കുന്നതാ. അപ്പൊ ഞാൻ അതേ രീതിയിൽ എപ്പോഴും വരച്ചിടുമ്പോ അത് നമുക്ക് റീച്ച് കിട്ടുന്നില്ല. അപ്പൊ എപ്പോഴും ട്രെയിലർ കാണുമ്പോ അതേപോലെ നമുക്കൊന്ന് 1 മിനിറ്റിനുള്ളിൽ ആൾക്കാർക്ക് കാണിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം വരച്ചതാ. അത് ചിത്തന്റെ വരച്ചപ്പോ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഞാൻ കണ്ടത് ടൈം വൈകി പോയി. കാരണം 3 വീക്ക് കഴിഞ്ഞിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് കാണുന്നത്. അപ്പൊ അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ അതൊരു 1 മിനിറ്റിൽ ആൾക്കാർക്ക് കാണിക്കണം തോന്നിയിട്ടാണ് ഞാൻ ആദ്യം മഞ്ഞുമൽ ബോയ്സ് വരച്ചിട്ടത്. അപ്പൊ ആൾക്കാർക്ക് അതൊരു ഇംപ്രഷൻ ആയി എന്ന് വിചാരിച്ചപ്പോ ഞാൻ അത് തുടർന്ന് നോക്കിയതാണ്. അങ്ങനെയാണ് ആടുജീവിതത്തിലേക്ക് വരുന്നത്. ആടുജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ 1 മിനിറ്റിനുള്ളിൽ ആ സ്റ്റോറി മൊത്തം കാണിക്കുമ്പോൾ ഒന്നുകൂടി അത് ഇമോഷണലും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി ഇഷ്ടമായി.
ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കണ്ട ഒട്ടുമിക്ക ആളുകളും കണ്ട ഒരു സിനിമയാണ്. അത് നമുക്ക് അത്രത്തോളം ടച്ച് ചെയ്തിട്ടുള്ളൊരു സിനിമയും കൂടിയാണ്. അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഇതിലേക്ക് എടുക്കുമ്പോൾ ആ സിനിമ എത്രത്തോളം ആളുകൾ സ്വീകരിച്ചു അതുപോലെ തന്നെ ഈ ചിത്രങ്ങളും എന്തായാലും എടുക്കണം. അപ്പോൾ അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മഞ്ഞുമൽ ബോയ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് ഇപ്പോൾ താങ്കൾ സിനിമ കണ്ടതിന് ശേഷം അത്രയും താല്പര്യപ്പെട്ട് ചെയ്തൊരു സാധനമാണ്. പക്ഷേ അത് ആളുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ആ സിനിമ പോലെ തന്നെ ഇത് അത്രയും ആളുകളുടെ മനസ്സിലേക്ക് എത്തുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? അത് എത്തിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്തിരിക്കുന്നത്. കാരണം കാണുമ്പോൾ ആൾക്കാര് എന്താണ് രസമല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അതില് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കേറി വരണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറെ ആയി നോക്കുന്നു. അപ്പോ ഈ രീതി ആരും ചെയ്തിട്ടില്ല അധികം, സൂമിങ് ടൈപ്പ്. അപ്പോ അങ്ങനെ ഒന്ന് കൊണ്ടു നോക്കിയതാ. സെപ്പറേറ്റ് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ നമ്മള് ഒരാളുടെ മാത്രം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്ര റീച്ച് കിട്ടില്ല. കാരണം കോമൺ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോ ഇങ്ങനെ ഒരു വെറൈറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടം വരുമെന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുവന്നത്. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തതാണോ? മഞ്ഞുമൽ ബോയ്സ് മൊത്തം ഒറ്റ ദിവസത്തെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ചെയ്തതാണോ? പല ദിവസങ്ങളായിട്ടോ? പല ദിവസം, ഒരു 3-4 ദിവസം ഓഫീസ് കഴിച്ചു വന്നിരുന്ന് വരയ്ക്കും, അല്ലെങ്കിൽ ശനിയാഴ്ച ഇരുന്ന് വരയ്ക്കും, അങ്ങനെ വരയ്ക്കും. അതെന്ന് ചോദിക്കാൻ പറ്റുക, നീ ഓഫീസിലെ ജോലിക്കെല്ലാം തിരക്കിനിടയിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ സമയം കിട്ടിയെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. ഞാനിവിടെ ഒരു പേട്ട എൻബട്ടിസ് ഗ്രൂപ്പ് എന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് UK ടൈമിങ്ങാ, 12 to 9 മണി വരെ ടൈം. അപ്പൊ ജോലി വിട്ട് വന്നിട്ട് ഒന്നില്ലെങ്കിൽ നൈറ്റ് ഇരുന്ന് വരയ്ക്കും, ശനി ഞായർ ലീവാ, ഒന്നില്ലെങ്കിൽ ശനി ഞായർ ഇരുന്ന് വരയ്ക്കും. അങ്ങനെ കിട്ടുന്ന ടൈം വെച്ച് ഇങ്ങനെ വരയ്ക്കാറുണ്ട്. ഈ കൺസെപ്റ്റ് ഇത് ചെയ്യുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഷെയർ ചെയ്തിരുന്നോ? ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട് എനിക്ക്, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആരോടെങ്കിലും ഷെയർ ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് കാണിച്ചിട്ടാണ്, എങ്ങനെയെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പുറത്തേക്ക് വിട്ടത്. ചെയ്യുന്നത് വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ആരെയാ കാണിച്ചത്? ആദ്യം ഫ്രണ്ട്സിനെ കാണിച്ചത്. പിന്നെ ഓക്കെ ആണ്, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കാണിക്കാറുള്ളൂ. ഞാൻ അങ്ങനെ വരച്ചിടുന്ന പണ്ട് വീട്ടിലായിരിക്കും. ഞാനിപ്പോ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്, ഒരു 5 കൊല്ലായി. അപ്പോ ഞാന് വീട്ടിലാകുമ്പോ ഞാൻ ആദ്യം വരച്ചു കഴിഞ്ഞാൽ ആദ്യം അമ്മേനെ കാണിക്കാം. ഇതിപ്പോ വരച്ചു കഴിഞ്ഞ് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി, എല്ലാരും ഓക്കെ എന്ന് പറഞ്ഞാലേ ഞാൻ വീട്ടിൽ കാണിക്കാറുള്ളൂ. അപ്പൊ ആദ്യം കണ്ട ആൾ എന്താണ് ആദ്യമായിട്ട് പറഞ്ഞ, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്? ഇത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നൊരു സംഭവമാണ്. അപ്പൊ ഒരു സിനിമ മൊത്തത്തിൽ ആ ഒരു താങ്കളുടെ ആ ചിത്രത്തിൽ ഉണ്ടെന്ന് പറയുമ്പം ആ കണ്ട ആളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എല്ലാവർക്കും നല്ല അഭിപ്രായ. എല്ലാവർക്കും എന്താണ് അതിന് വെറൈറ്റി കൊണ്ടുവരുമ്പോ എല്ലാരും എന്റെ അടുത്ത് എപ്പോഴും പറയാനുള്ളത് എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണം എന്നാണ് എപ്പോഴും പറയാറ്. അപ്പൊ ഞാന് നോക്കാറുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ റീച്ച് കിട്ടാത്തത് കൊണ്ട് നമ്മൾ നോർമൽ വരച്ചിടും, റിയലിസ്റ്റിക് വരച്ചിടും. അപ്പോഴൊന്നും നമുക്ക് റീച്ച് അധികം കിട്ടാറില്ല. അപ്പൊ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് ഓരോരുത്തരും എനിക്ക് വീഡിയോ തരും, ഇങ്ങനെ ഇത് നോക്കി ചെയ്യുന്ന പറഞ്ഞിട്ട്. അപ്പൊ എപ്പോഴും കോമൺ സാധനല്ലേ. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഇതിക്ക് വന്നത്. ചെറുപ്പം മുതലേ ചിത്രം വരയ്ക്കാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയാണോ ഈ ഗ്രാഫിക്സിലേക്ക് എത്തുന്നത്? ചെറുപ്പത്തില് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് അത്ര ചെറുപ്പത്തിലൊന്നല്ല, ഞാനൊരു എനിക്ക് ഓർമ്മ വെച്ചത് ഒരു 7ാം ക്ലാസ് മുതല് ഏട്ടൻ വരയ്ക്കുമായിരുന്നു. അപ്പൊ ഏട്ടൻ വരയ്ക്കുന്ന കണ്ടപ്പോ അന്ന് നമ്മള് ചെറുപ്പത്തില് കളിച്ചു കിടക്കുമല്ലോ. അപ്പൊ വീട്ടിൽ നമ്മ പറയും എങ്ങനെ എന്തെങ്കിലും ചെയ്യടാ ഏട്ടനെ പോലെ ചെയ്യുന്ന പറഞ്ഞപ്പോ ജസ്റ്റ് ഏട്ടനോടൊന്ന് ഡ്രോയിങ് ചേർന്ന് നോക്കിയതാ. അങ്ങനെ ചേർന്നു. അപ്പൊ അതിനൊരു ഇഷ്ടം വന്നു. പിന്നെ അത് തുടർന്നു സ്വന്തമായിട്ട് ഇങ്ങനെ വരച്ച് വന്ന് ഈ ഇതുവരെ എത്തി. എത്ര നാളായിട്ട് ഈ ഗ്രാഫിക്സിൽ ജോലി ചെയ്യുന്നുണ്ട്? ഞാൻ പഠിക്കുന്ന ടൈം മുതൽ സൈഡ് കൂടെ ഞാൻ ഡിസൈനിങ് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെറുപ്പം ഒരു 5-8 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും. സ്വന്തമായിട്ട് നമ്മള് പണ്ട് മുതലേ ഇങ്ങനെ പഠിക്കുന്ന ടൈം മുതൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ വന്നതാ. ഇപ്പൊ ആദ്യം ചെയ്തത് മഞ്ഞുമൽ ബോയ്സ് ആ ചിത്രത്തിന്റെ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ചെയ്തപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്? എന്നാൽ സിനിമ കണ്ടു, അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ അറിയാം. പക്ഷെ ഇത് നമ്മൾ ഇതിൽ വരയ്ക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നത്? അതായത് ആ ആൾക്കാരെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറി മൊത്തം എനിക്ക് ആ 1 മിനിറ്റിനുള്ളിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു. അത് ആ ട്രെയിലറില് മ്യൂസിക് കേട്ട് അത് തന്നെ ഞാൻ റിവൈൻഡ് അടിച്ച് കേൾക്കും. അതായത് നമുക്ക് എന്ത് മ്യൂസിക്, ആദ്യം മ്യൂസിക്കാണ് നോക്കുക.
ആ മ്യൂസിക് നോക്കി ആ മ്യൂസിക്കിൽ പറ്റിയ സാധനങ്ങൾ കറക്റ്റ് ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചിത്രം വരയ്ക്കും. എന്നിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഇതിൽ പാടുജീവിതം ഇതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ 2 സിനിമകളും ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഒരു ചലഞ്ചിങ് ആയിട്ട് രാംജിത്തിന് തന്നെ തോന്നിയത് ഏത് ചിത്രം വരയ്ക്കുമ്പോഴായിരുന്നു? അത് ആടുജീവിതമാണ്. കാരണം അതായത് ഈ സൂമിങ് വരുന്നത് ആൾക്കാർക്ക് ഒന്നുകൂടി ഇഷ്ടം വരുന്നത് ഇമോഷൻസാ. അപ്പൊ ഓരോ സീനും നമ്മൾ സൂം ചെയ്ത് വരുമ്പോഴും ആ ഇമോഷൻസ് കൂടുതൽ കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഒന്നും കൂടി ഇഷ്ടം കൂടി വരുന്നത്. മഞ്ഞുമൽ ബോയ്സ് ഇമോഷനാണ്, നല്ല ഇമോഷനിലാണ്. പക്ഷെ ആടുജീവിതം പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി അറിയാലോ. അപ്പൊ ഇതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ഒന്നുകൂടി ഫീൽ ആവും. അതാണ് ഒന്നുകൂടി ആൾക്കാർ ഏറ്റെടുക്കാൻ കാരണം. എനിക്ക് തോന്നിയൊരു വ്യത്യാസം ഞാൻ പറയട്ടെ, ശരിയാണോന്ന് അറിയില്ല. ഈ മഞ്ഞുമൽ ബോയ്സ് ആകുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഒരുപാട് ആളുകളെ അതിലേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ ക്യാരക്ടേഴ്സ് കുറവാണ്, അവരുടെ ഇമോഷൻസിലാണ് അതിൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് തോന്നുന്നു അല്ലേ? വേറെ ഏതൊക്കെ സിനിമകളാണ് ഇനി? ഏതെങ്കിലും ചിത്രങ്ങൾ അല്ലെങ്കിൽ ഒരു ആളുകളെ ഇപ്പോൾ കണ്ടിട്ടുള്ള ആളുകളെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? അതോ സിനിമ തന്നെയാണോ, സിനിമയിലെ ക്യാരക്ടേഴ്സിനെ എടുത്ത് ആ കഥ തന്നെ പറയാനാണോ? നല്ലൊരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ നല്ല സ്റ്റോറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു സ്റ്റോറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും നല്ല രീതിയിൽ ഞാൻ ചെയ്യാൻ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ മഞ്ഞുമൽ ബോയ്സും ഈ ആടുജീവിതം ഒക്കെ ചെയ്തിട്ട് ഈ സിനിമയുടെ തന്നെ ആർക്കെങ്കിലും ഒക്കെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുമോ? അവരിലേക്കൊക്കെ എത്താൻ പറ്റിയിട്ടുണ്ടോ ഇത്? ഡയറക്ടർ സ്റ്റോറി ഇട്ടായിരുന്നു, ചിദംബരം സ്റ്റോറി ഇട്ടായിരുന്നു. എന്നിട്ട് എന്താ റെസ്പോണ്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു ഇത് കണ്ടിട്ട്? സ്റ്റോറി ഇട്ടായിരുന്നു, കമന്റ് ചെയ്തായിരുന്നു, അത്രേ ഉള്ളൂ. ഇനി ഏതൊക്കെയാണ്? ഇനി ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതോ ആലോചിക്കുന്നുള്ളൂ? ഏതെങ്കിലും സ്റ്റോറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലാണോ? ഇത് തന്നെ ഇനിയും കൂടുതൽ സിനിമ ഇനി അടുത്ത സിനിമ ഏതെങ്കിലും കണ്ടിട്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ലാസ്റ്റ് ഇപ്പോ 2 ദിവസം മുന്നേ വെച്ചത് ആവേശമായിരുന്നു. അപ്പോ അടുത്തത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഒന്ന് ഇറക്കണം. അപ്പൊ അതിന്റെ ഒരു നോട്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു നല്ല സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യണം. പുതിയതല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു നല്ല സ്റ്റോറി ബേസ്ഡ് എടുത്തിട്ട് ചെയ്യണം. അപ്പം എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു അതിഥിയെ തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് സി പോസിറ്റീവിൽ കിട്ടിയത്. ഞാൻ ഇന്നലെ താങ്കളാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ നോക്കുകയായിരുന്നു. അതിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ ചിത്രം നോക്കുമ്പോഴും അത് സൂം ചെയ്ത് എവിടെയാണ് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടർ എന്നുള്ളൊരു ആകാംക്ഷയല്ല നമ്മൾ ആ ചിത്രങ്ങൾ കാണുന്നത്. എന്തായാലും ഇനിയും ഇതുപോലെ നല്ല നല്ല ചിത്രങ്ങളും നല്ല നല്ല സിനിമകളും ഒക്കെ താങ്കളുടെ ചിത്രത്തിൽ ഇനിയും വരാൻ സാധിക്കട്ടെ. ഇനി കൂടുതൽ നല്ല വർക്കുകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.